പ്രശ്നങ്ങളിൽ കൂട്ട് നമ്മുടെ അമ്മ. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ത്യാഗങ്ങളെ സ്നേഹിച്ചവളാണ് നമ്മുടെ അമ്മ. ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മംഗളവാർത്ത കേട്ട മറിയം ദൂതനിൽ നിന്നറിഞ്ഞ വിവരം കേട്ട് തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിനായി പുറപ്പെട്ടു. മറ്റുള്ളവരെ സഹായിക്കാനായി തൻ്റെ ഒരവസ്ഥയും അവൾക്ക് ഒരു തടസ്സമായിരുന്നില്ല. ഇങ്ങനെയൊരമ്മയെയാണ് ഈശോ നമുക്കായി തന്നത്. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നമ്മെ വിട്ടൊഴിയാത്ത സ്നേഹവും കരുണയും നിറഞ്ഞ ഒരമ്മ നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ധൈര്യം. അമ്മയുടെ കൂട്ടിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. കരുണയുടെ നിറകുടമാണമ്മ. തൻ്റെ മക്കളുടെ കണ്ണുനീർ അമ്മയ്ക്ക് അവഗണിക്കാനാവുകയില്ല. കുരിശിൽ കീഴിൽ പോലും ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവളാണമ്മ. എല്ലാ പ്രശ്നങ്ങളും എത്ര വലുതാണെങ്കിലും, എത്ര വലിയ ചെങ്കടലായ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ രണ്ടായി മുറിച്ച് എനിക്ക് വഴിയൊരുക്കാൻ ശക്തിയുള്ള ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നാം വിശ്വസിക്കണം. കാനായിലെ കല്യാണ വിരുന്നിലെന്ന പോലെ ഈശോയുടെ മുൻപിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്നും ഏറ്റവും യോഗ്യതയുള്ളവളാണമ്മ. അവളുടെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ജീവിതത്തിലെ ഏത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള തൻ്റെ ജീവിതം കൊണ്ട് അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രശ്നങ്ങൾ വന്നാൽ തളരാതെ അമ്മയുടെ കൈപിടിച്ച് നമുക്ക് നടക്കാം. ആ കൂട്ട് നമ്മെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയില്ല. ആമേൻ.